ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിത് അടുത്തൊരു എയർ ഫ്രയർ കൂടി വാങ്ങിച്ചേട്ടോ. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ഗ്ലാസ് ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് അകത്തുള്ള ഫുഡൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ കിച്ചണിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്ന കാണാനും നല്ല ലുക്കാടില്ലേ. നമ്മൾ കിച്ചണിൽ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും ബ്ലാക്ക് ആൻഡ് സിൽവർ ആ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ കൂടെ കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ഷവർമയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് മാത്രമല്ല ചിക്കൻ ഫേവറേറ്റ്. ഇവിടെ വേറൊരാളുണ്ട്, അമ്പൂട്ടൻ. അവന് ഭയങ്കര ഇഷ്ടം ചിക്കനും ചോറും ആണെന്നുണ്ടെങ്കിൽ അവൻ നല്ലോണം ഫുഡ് അടിക്കും കേട്ടോ. നല്ല അടിപൊളി ഒരു ഡിപ്പില്ലാതെ എന്ത് ചിക്കൻ ഫ്രൈ ഗൈസ്. നമ്മൾ ക്യാപ്സിക്കം വെച്ച് നല്ല കിടിലം ഒരു ഡിപ്പും കൂടി അങ്ങ് ഉണ്ടാക്കി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വിചാരിച്ചതിനെക്കാട്ടി നല്ല ക്രിസ്പി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നു കേട്ടോ. അത് നമ്മൾ ഡിപ്പി മുക്കി കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നമ്മളെ നേരത്തെ എയർ ഫ്രയർ അത്യാവശ്യം ചെറുതായിരുന്നു. നമുക്ക് അങ്ങനെ ഫുൾ ചിക്കൻ ഒന്നും അങ്ങനെ വെക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് താഴെയും മേളിലൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു തുള്ളി ഓയിലില്ലാതെ കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ബട്ട് ടേസ്റ്റിൽ നോ കോംപ്രമൈസ് ഗൈസ്. ഇവിടെ ബിഗ് ബോസിലാണെങ്കിൽ മുട്ടാൻ അടിയും വഴക്കും. അതൊക്കെ കണ്ടിരുന്ന് ആസ്വദിച്ചിരുന്ന് ഫുഡ് അടിക്കുകയാണ് ഇവിടെ. അമ്പൂട്ടനും ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ കിട്ടിയ അമ്പൂട്ടനും പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.